മക്കൾക്കും അറിയാം ആരാണ് ഫാത്തിമ. പാതിരാവിന്റെ പഴുതിൽ മണിയറയുടെ മനോഹരമായ നിമിഷത്തിൽ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു ആകുന്ന പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഓ അലിയാര് തങ്ങളെ, ഇന്ന് ഈ മണവറയിൽ നിങ്ങൾ എന്നോടൊപ്പം കൂട്ടുകാരനായി കളിത്തോഴനായിട്ടുണ്ട്. ഞാനെങ്ങാനും മരണപ്പെട്ട് ഖബറിന്റെ അകത്തളത്തിൽ വെച്ചാൽ എന്റെ ഖബറിന്റെ ചാരത്ത് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ വരുമോ എന്ന് ചിന്തിച്ചു പൊട്ടിക്കരഞ്ഞ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ നമ്മുടെ മക്കൾക്കാർക്കും അറിയില്ല. പിന്നെ സിനിമാ പാട്ടുകാരനും ആൽബം സോങ്ങുകാരനും പരിചയപ്പെടുത്തുന്ന ഫാത്തിമാനെ എല്ലാ മക്കൾക്കും അറിയാം. ഇപ്പോഴത്തെ പാട്ടുകളെല്ലാം അങ്ങനത്തെ പാട്ടുകൾ. ഒരു പെണ്ണിനെ ഒരുത്തം പ്രേമിക്കുക, അവളെ പറ്റി ചിന്തിക്കുക. പെണ്ണെ നിന്റെ തല കാണാൻ എന്തു ചന്തമാ, പെണ്ണെ നിന്റെ കാല് കാണാൻ എന്ത് ചന്തമാ. ചുമ്മാ ഓരോന്നിങ്ങനെ പറഞ്ഞ് പറയാനേ. ഒരു പെണ്ണിനെ കണ്ട് എന്ത് സാധനം. നീ ഓടിയാൽ മയില് പോലെ, നീ ആടിയാൽ കുയില് പോലെ. അങ്ങനെ കാണുന്നതിനെ പറ്റിയൊക്കെ പെണ്ണിനെ പറ്റി പാടുക അല്ലേ. ആന കണ്ട്, ഓ ആന പോലെ ചന്തമുള്ള എന്റെ ഫസീല. അവൻ പ്രേമിക്കുന്ന പെണ്ണിന്റെ പേര് ഫസീലായ. കാണുന്നത് ആനയാണ്. ആനയോട് സാദൃശ്യപ്പെടുത്തി പാട്ട് പാടുക. എന്തൊരു ലാനത്താ നോക്കുക. ഇതെന്തൊരു ഒരു കാറ് കണ്ട, ഇന്നോവ കാറ് പോലെ എന്റെ ജസീന. എന്തൊരു കഷ്ടമായത് ആലോചിച്ച് നോക്ക് മുഅ്മിനീങ്ങളെ. എന്തൊരു ഹതഭാഗ്യമാണ്. ഈ സമുദായം മുഴുവനും ആദർശത്തിൽ നിന്നും, ഈ സമുദായം മുഴുവനും നമ്മുടെ എല്ലാമെല്ലാമായ പാരമ്പര്യത്തിന്റെ പവിത്രധന്യമായ പാതകളിൽ നിന്നും ഏതൊക്കെയോ സിനിമാ ഗാനങ്ങൾ, ഏതൊക്കെയോ ആൽബം സോങ്ങുകാർ മാടി വിളിക്കുന്ന അശ്ലീലമായ ആഭാസത്തിന്റെ സംസ്കാരത്തിലേക്ക് കോപ്പുകുത്തി അതപ്പതിച്ചു പോകുന്ന ഒരു ദാരുണമായ ദുരവസ്ഥയിലേക്കും സ്ഥിതിവിശേഷങ്ങളിലേക്കും നമ്മളെ അല്ലാഹു കാത്തുരക്ഷിക്കണം. ഇല്ലെങ്കിൽ ഈ സമുദായത്തിൽ എല്ലാ അർത്ഥത്തിലും നഷ്ടങ്ങളാണ്. ഞാൻ ചുരുക്കി പറയട്ടെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആ റസൂലുള്ളാഹിന്റെ സൗന്ദര്യം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരിക്കുമ്പോഴാണ് കാലിൽ വേദന വരുന്നത്. ഹബീബ് അറിയാതെ തളർന്ന് ഉറങ്ങിപ്പോയില്ലയോ? എങ്ങനെ ഞാൻ ഉണർത്തും എന്റെ ഹബീബിനെ? എന്റെ കാലുകൾക്ക് വിഷം തീണ്ടിയെങ്കിൽ തീണ്ടട്ടെ, എനിക്ക് വേദന വരുന്നെങ്കിൽ വരട്ടെ. എന്റെ റസൂലുള്ളാഹിന് വേദന വരാൻ പാടില്ലല്ലോ. അവിടുത്തെ ഉറക്കത്തിന് ഭംഗം വരാൻ പാടില്ലല്ലോ. കാലനക്കാതെ ഇരുന്നപ്പോഴും വേദന കടിച്ചമർത്തി സഹിച്ചിരുന്നപ്പോ അറിയാതെ കണ്ണുകൾ നിറഞ്ഞിട്ട് രണ്ട് തുള്ളി കണ്ണുനീര് ഹബീബിന്റെ മുഖത്ത് പതിച്ചപ്പോ ചാടി എഴുന്നേറ്റ് ചോദിച്ചു, എന്തിന് കരയുന്നു സിദ്ദീഖ്? കാലിൽ പറയാൻ പറ്റില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലയോ? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അവിടുത്തേക്ക് വേദന വന്നപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട വായിൽ നിന്ന് തുപ്പുനീരെടുത്തിട്ട് അവിടുത്തെ കാലിൽ ഇങ്ങനെ പുരട്ടിക്കൊടുത്തിട്ട് വിഷമിറക്കിയപ്പോൾ ആ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, എന്താ നബിയെ തുപ്പലെടുത്ത് എന്റെ കാലിൽ പുരട്ടുന്നോ? ഇത് ശിർക്കാ നബിയെ, അവിടുത്തെ തുപ്പുനീരെടുത്ത് എന്റെ കാലിൽ പുരട്ടുന്നോ? സിദ്ദീഖ് തങ്ങൾക്ക് ആ വിഷയത്തിൽ സംശയമില്ല. റസൂലുള്ളാഹി തങ്ങളുടെ എല്ലാത്തിനും ബറക്കത്തുള്ളതാണ്. അവിടുത്തെ തുപ്പുനീരിന് ബറക്കത്തുണ്ട്. മദീനയിൽ പോകുന്ന ആളുകൾക്കറിയാം, ചരിത്രം വായിക്കുന്ന ആളുകൾക്കറിയാം, മദീനയിൽ എത്രയോ കിണറുകളിൽ വെള്ളമില്ലായിരുന്നു. ഹബീബ് അതിനകത്ത് തുപ്പിയപ്പോഴേക്ക് വെള്ളം വരാൻ തുടങ്ങി. ആ തുപ്പുനീരെത്ര ശ്രേഷ്ഠമാണ്. അവിടുത്തെ തുപ്പുനീരിനല്ല, വിയർപ്പിന്റെ കണങ്ങൾക്ക് ഉറങ്ങിക്കിടക്കുന്ന ഹബീബിന്റെ ചാരത്ത് നിന്ന് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ അവിടുത്തെ കുഞ്ഞാനിയാണ്, അവിടുത്തെ കുഞ്ഞുമ്മയാണ്, ഇളാമ്മയാണ്. അവിടുത്തെ ശരീരത്തിൽ നിന്ന് വിയർപ്പിന്റെ കണങ്ങൾ ഇങ്ങനെ വടിച്ചെടുത്തിട്ട് ഒരു കുപ്പിയിലാക്കുന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താണ് ഉമ്മു സുലൈം? ഇതവിടുത്തെ വിയർപ്പാണ് നബിയേ. നർജൂ ബറകത്തുഹു ലിസ്ബിയാനിനാ. ഈ വിയർപ്പെടുത്തിട്ട് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ ബറക്കത്ത് പ്രതീക്ഷിക്കുന്ന നബിയേ. വഹുവ മിൻ അത്യബിത്തീ
ഹബീബ്. ഇത് സുഗന്ധങ്ങളിൽ വെച്ച് ഏറ്റവും സൂപ്പർ സുഗന്ധമാണ് നബിയേ. ഹബീബിന്റെ വിയർപ്പിന് ബറക്കത്തുണ്ട് മുഅ്മിനേ, ഹബീബിന്റെ തുപ്പുനീരിന് ബറക്കത്തുണ്ട് മുഅ്മിനേ. ഹബീബ് എന്ത് ചെയ്താലും അതിനെല്ലാം ബറക്കത്തുണ്ട്. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനതറുണ്ട്. ഞാനിവിടെ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് മുഴുവനും ഹബീബിനെ കുറിച്ചാണല്ലോ. നമ്മൾ ഈ പരാമർശിക്കുന്ന ഹബീബ് ഒരു സാധാരണ ഹബീബല്ല, ഒരു സാധാരണക്കാരനല്ല. അവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനതറുണ്ട്. അവിടുന്ന് ഒരു ആംഗ്യം കാണിച്ചാൽ ആ ആംഗ്യത്തിനതറുണ്ട്. നോക്കുവീൻ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹിന്റെ ചാരത്തിനിട്ട് ഇടത്തെ കൈകൊണ്ട് ഇങ്ങനെ ഭക്ഷിക്കുകയാണ്. أن رجلا أكل عند رسول الله صلى الله عليه وسلم بشماله. ഇടത്തെ കൈകൊണ്ട് മുത്ത് നബിയുടെ ചാരത്തിനിട്ട് ഇങ്ങനെ തിന്നുക. റസൂലുള്ളാഹി പറഞ്ഞു, ഡാ കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് തിന്നടാ മോനെ, വലത്തെ കൈകൊണ്ട് തിന്നടാ. അപ്പൊ അവൻ പറയാ, ലാ അസ്തതിഉ, അത് പറ്റണ പണിയല്ല, എനിക്കത് മനസ്സില്ല, എനിക്ക് പറ്റത്തില്ല, എനിക്ക് സാധ്യമല്ല. മാ മനഅഹു ഇല്ലൽ കിബ്ർ, അഹങ്കാരമാണ് അവനെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചത്. അഹങ്കാരിയായിട്ടാണ് റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്നവൻ ആ വർത്തമാനം പറയുന്നത്. ലസ്തതഅ, കഴിയൂലെങ്കിൽ കഴിയാതിരിക്കട്ടെ. ഫമാ റഫഅഹാ ഇലാ ഫീഹി, ജീവിതത്തിന്റെ അവസാനം വരെയും ആ ചങ്ങാതി തിന്നത് ഇടത്തെ കൈകൊണ്ടാ. അവൻ വലത് കൈകൊണ്ട് ഭക്ഷണമെടുത്തവന്റെ വായിലേക്ക് പിന്നെ വച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ നബി ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് അതറുണ്ടേ. മക്കയിലെ പ്രമുഖനായ സൈക്കോളജിസ്റ്റ് ആണ് ഇമാദ്, വലിയ സൈക്കോളജിസ്റ്റ് ആണ്. ആളുകളെയൊക്കെ മനോരോഗികളെ കൗൺസിലിംഗ് നടത്തി നോർമൽ അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന പ്രമുഖനായ സൈക്കോളജിസ്റ്റ്. അയാളിങ്ങനെ ലോകരാജ്യങ്ങളിൽ സഞ്ചരിച്ചു നടക്കും. മക്കയിലെത്തിയപ്പോ അബൂജഹലും പാർട്ടിക്കാരും പറഞ്ഞു, എടോ ഇമാദേ, ഒരു കേസ് നിന്റെ മേശപ്പുറത്ത് വെക്കുകയാ, സഹായിക്കണം സാറേ. എന്താണെന്നറിയോ, നമ്മുടെ മക്കയിൽ ഒരു ചെറിയ മെന്റൽ പ്രോബ്ലം ഉള്ളയാളുണ്ട്. നീ ഒന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അയാളെ ഒന്ന് ശരിയാക്കി കൊണ്ട് തരാവോ? നിനക്ക് വലിയ കൊട്ടാരം തരാ, നിനക്ക് വലിയ ഒട്ടകം തരാ, നിനക്ക് വലിയ മണിമേട തരാ, നിനക്ക് ഈന്തപ്പന തോട്ടങ്ങൾ തരാ, നീ ചോദിക്കുന്ന തരുണി മണികളെ ഞങ്ങൾ തരാ. ഞങ്ങൾക്ക് ആ മെന്റൽ പ്രോബ്ലം ഉള്ള രോഗി ഒന്ന് നോർമലിലേക്ക് കൊണ്ടുവരാവോ ഇമാദേ? ഇമാദ് എവിടെ രോഗി? പേഷ്യന്റ് എവിടെ സാറന്മാരെ? അങ്ങനെ പേഷ്യന്റിനെ കാണിച്ചു, ദേ ആ കാണുന്ന കഅബന്റെ മൂട്ടിലുണ്ട്, കഅബന്റെ ചാരത്തൊന്നൊന്ന് ചെന്നിട്ടൊന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കൗൺസിലിംഗ് നടത്തി ഒന്ന് സെറ്റപ്പ് ആക്കി കൊണ്ടുവരാവോ? അങ്ങനെ ഇമാദ് നേരെ ചെന്നു. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് കഅബാലയത്തിന്റെ ചാരത്തിരിക്കുകയാ. റസൂലുള്ളാഹി തങ്ങള് കഅബാലയത്തിന്റെ ചാരത്തിരിക്കുമ്പോഴത്തേക്കും ഇമാദ് അങ്ങോട്ട് കടന്നു ചെന്നു. ആ എന്തൊക്കെയാ വിശേഷം? സുഖം തന്നെയല്ലേ? ആ സുഖമാണ്. നീ സാധാരണ പറയുന്ന കലാമുകളൊക്കെ ഒന്ന് പറഞ്ഞേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാദിനെ കണ്ടപ്പോൾ തന്നെ പറയാൻ തുടങ്ങി, അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا عبده ورسوله. أعيد كلمتك يا محمد، أعيد كلمتك يا محمد. അതൊന്നുകൂടി ഒന്ന് ആവർത്തിച്ചു പറഞ്ഞേ മുഹമ്മദേ. ഈ പറഞ്ഞ ഈ വാചകങ്ങൾ ഒന്നുകൂടി ഒന്ന് പറഞ്ഞേ മുഹമ്മദേ. ഇമാദ് അങ്ങനെ പറയും, നമ്മൾ അങ്ങനെ കേട്ടോണ്ടിരിക്കാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിരുനബിയോട് ഇമാദ് പറയുകയാണ്, ആരാണ്
മക്കയിലെ എന്നല്ല മദീനയിലെന്നല്ല, അക്കാലഘട്ടത്തിൽ പ്രമുഖമായ രാഷ്ട്രങ്ങൾ ചുറ്റി സഞ്ചരിച്ചിരുന്ന വലിയ കൗൺസിലറായ സൈക്കോളജിസ്റ്റായ മനോരോഗ വിദഗ്ധനായ ഇമാദ് എന്ന് പറയുന്ന വലിയ ഡോക്ടർ റസൂലുള്ളാഹിക്ക് മെന്റൽ പ്രോബ്ലം ആണെന്ന് ഖുറൈശി പ്രമാണിമാര് പറഞ്ഞതനുസരിച്ച് ചികിത്സിക്കാൻ ട്രീറ്റ്മെന്റ് നടത്താൻ വന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി വീണ്ടും പറഞ്ഞു അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു. അയാൾ പറയാണ് വല്ലാഹി വല്ലാഹി ഇതൊരു മനുഷ്യന്റെ വാചകങ്ങളല്ല. ഞാൻ സിറിയയിൽ പോയി, ഞാൻ ഈജിപ്തിൽ പോയി, ഞാൻ ഒരുപാട് രാഷ്ട്രങ്ങൾ സഞ്ചരിച്ചു, ഞാൻ ഒരുപാട് സാഹിത്യകാരന്മാരെ കണ്ടു, ഞാൻ ഒരുപാട് പ്രഭാഷകന്മാരുടെ പ്രഭാഷണം കേട്ടു, ഞാൻ ഒരുപാട് കവികോകിലങ്ങളുടെ കവിതാശകലങ്ങൾ ശ്രമിച്ചു. ഇതൊരു കവിയുടെ വാചകമല്ല, ഇതൊരു പ്രഭാഷകന്റെ പ്രഭാഷണമല്ല, ഇതൊരു എഴുത്തുകാരന്റെ തൂലികയിൽ നിന്ന് നിർഗളിച്ചു വന്നതല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഖുറൈശികളുടെ അടുത്തേക്ക് പോയി, ഇമാദേ എന്തായി സാറേ, പോയിട്ട് എന്തായി? പേഷ്യന്റ് ക്ലിയർഫുൾ ആയോ? പേഷ്യന്റ് ശരിയായോ? രോഗിക്ക് അസുഖമൊക്കെ മാറ്റിയോ? കൗൺസിലിംഗ് നടത്തിയ മെന്റൽ പ്രോബ്ലം ഒക്കെ മൂവ് ചെയ്തോ, മാറ്റിയോ, നീക്കിയോ, എന്താക്കി? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സുബ്ഹാനല്ലാഹ്. എടാ അബൂജഹലേ, എടാ ഉത്ബത്തെ, എടാ ശൈബത്തെ, പോയടാ. ഇമാദും പോയി, മുഹമ്മദ് കൊണ്ടുപോയി ഇമാദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഒരു വാക്ക്, ഹബീബിന്റെ വാചകം, അത് വലിയ മാറ്റങ്ങൾക്ക്, മാറ്റിത്തിരുത്തലുകൾക്ക്, ഉപരിപ്ലവാത്മകമായ പരിവർത്തനങ്ങൾക്ക് പാത്രീഭവിപ്പിക്കാനും മാറ്റിയെടുക്കാനും ശേഷിയുള്ളതാണ്. അവിടുന്ന് നാണ്യം കാണിച്ചാൽ ആ ആംഗ്യത്തിനും വലിയ ശേഷിയുമുണ്ട്. അബൂജഹൽ വന്നിട്ട് വെല്ലുവിളിച്ചു, ഉത്ബത്തും ശൈബത്തൊക്കെ വന്നിട്ട് വെല്ലുവിളിച്ചു, മുഹമ്മദേ ആകാശമണ്ഡലങ്ങളിൽ കണ്ട ചന്ദ്രനെ കണ്ടോ? സത്യപ്രവാചകനാണെന്നൊക്കെ വാദമുണ്ടല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ അങ്ങനെ വിളിക്കുന്നു, നമ്മളങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനാ? അല്ലല്ലോ, സ്വലാത്ത് ചെയ്യണം. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബിയെ വിളിച്ചിട്ട് പറയുക, ആ ആകാശമണ്ഡലത്തിൽ ചന്ദ്രനെ കണ്ടോ? സത്യപ്രവാചകനാണെന്ന് വാദം ഉണ്ടെങ്കിലേ ആ പൂർണ്ണ ചന്ദ്രൻ രണ്ടായിട്ടൊന്ന് പിളർത്തി കാണിക്കാവോ? രണ്ടായിട്ടൊന്ന് പിളർത്തി കാണിക്കാവോ? റസൂലുള്ളാഹിനെ വെല്ലുവിളിക്കുക. ഖുറൈശി പ്രമാണിമാരൊക്കെ ഇരിക്കുന്ന വലിയ സദസ്സില് ഹബീബായ നബിയെ എങ്ങനെ വെല്ലുവിളിക്കണ നേരത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? അശാറായിലാ ബദിരിൽ മുനീരി ബികഫിഹി فحرى له من أوجه فهو نصفاني. ശ്രേഷ്ഠ സമ്പന്നമായ കരങ്ങൾ ആകാശലോകത്തുദിച്ചു നിൽക്കുന്ന പൗർണയന്തുവിന്റെ നേർക്ക് ചൂണ്ടിയപ്പോൾ അത് രണ്ട് പിളർപ്പായി മാറിപ്പോയില്ലയോ? കേരളക്കാരനായ ചേരമാൻ പെരുമാൾ എന്ന് പറയുന്ന ചക്രവർത്തി പാതിരാവിൽ അതാ തന്റെ മട്ടുപ്പാവിൽ ഇതാക്കിക്കൊണ്ട് നിൽക്കുമ്പോ ആകാശലോകത്ത് ചന്ദ്രൻ ഇങ്ങനെ പിളർന്ന് മാറി മാറി നിൽക്കുന്ന രംഗം കണ്ടിട്ട് അയാൾ അന്തം വിട്ടുപോയി. ഇതെന്ത് അത്ഭുതം! ചന്ദ്രൻ രണ്ട് പിളർപ്പായി മാറി നിൽക്കുന്നു. മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവും സംഘവും അതാ ഇസ്ലാമിക് പ്രൊപ്പഗേഷന് വേണ്ടി, പ്രബോധനത്തിന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ ചേരമാൻ പെരുമാളിന്റെ കൊട്ടാരത്തിൽ വന്നിട്ട് ഹബീബിന്റെ മദ്ഹ് പറഞ്ഞ്, ഞങ്ങളുടെ നബി എങ്ങനെയുള്ള നബിയാന്നറിയോ ആളുകളെ? ചന്ദ്രൻ രണ്ടായി പിളർത്തിയ നബിയാ എന്ന് റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് എങ്ങനെ പറഞ്ഞപ്പോ ചേരമാൻ പെരുമാൾ ശ്രദ്ധിച്ചു. ഈ പറയുന്ന വാചകങ്ങൾ അർത്ഥമുള്ളതാണ്. ഞാൻ ഇന്നാലിന്ന ദിവസത്തിൽ അവരോട് നിങ്ങൾ ചോദിക്ക്, എന്നാണ് ഈ സംഭവം ഉണ്ടായത്? അവർ കൃത്യമായ ഡേറ്റ് പറഞ്ഞു കൊടുത്തു. ചേരമാൻ പെരുമാൾ തന്റെ ജ്യോത്സ്യന്മാരെയും തന്റെ കണക്കുകാരെയും വിളിച്ചിട്ട് താൻ കണ്ട രാത്രിയുമായിട്ട് കാൽക്കുലേഷൻ നടത്തി നോക്കിയപ്പോൾ ശരിയാണ്. അതേ, ഞാനും മക്കയിലേക്ക് പോകുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് പോകുന്നു. അവിടുന്ന് കൈ ചൂണ്ടിയപ്പോ ഒരു അറാബിയായ മനുഷ്യൻ വന്നിട്ട് പറയാണ്,
സത്യപ്രവാചകനാണല്ലേ അല്ലേ? ആ നിൽക്കുന്ന മരം കണ്ടോ? ഏത് മര? ആകലെ നിൽക്കുന്ന മര. ആ മരത്തോട് ഒന്നിങ്ങോട്ട് വരാൻ പറഞ്ഞേ. സത്യപ്രവാചകനാണെങ്കിൽ കാണാമല്ലേ? ഒന്ന് മരത്തോടൊന്ന് വരാൻ പറഞ്ഞേ. നമ്മൾ പറഞ്ഞു കഥ ഈ മരത്തോടൊന്ന് വരാനേ. എത്ര വട്ടം പറഞ്ഞാലും മരം വരുവോ? ഇല പോലും വീഴൂല. എന്നാലോ ഹബീബായ റസൂലുള്ള മുത്തു നബി മാടി വിളിച്ചു. മാമരങ്ങൾ ചാരേ വന്നു. മുത്തു നബി മാടി വിളിച്ചു. മാമരങ്ങൾ ചാരേ വന്നു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാടി വിളിച്ചു. ആ അറാബിയായ അപരിഷ്കൃതനായ സാധാരണക്കാരനായ ബാർബേറിയനായ ഒരു സംസ്കാരവും ഇല്ലാത്ത മനുഷ്യൻ സത്യപ്രവാചകൻ എന്ന വാദമുണ്ടല്ലേ? ആ മരത്തോടൊന്ന് വരാൻ പറഞ്ഞേ. ആ മരത്തോടൊന്ന് വരാൻ പറഞ്ഞേ. മരത്തോട് റസൂലുള്ള വരാൻ പറഞ്ഞു. മര ഇങ്ങനെ വരാൻ തുടങ്ങി. അശ്ജാറു സാജിദതൻ തംശി ഇലൈയാ സഫിം ബിലാ ഖദമി. തിരുനബി തന്റെ ചാരത്തേക്ക് മാമരം നടന്നു വന്നു. കാലുകളില്ലാതെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് തിരുനബിയുടെ മുന്നിലേക്ക് മാമരങ്ങൾ നടന്നു വന്നു. അറാബിയായ എട്ടും പെട്ടും തിരിയാത്ത അപരിഷ്കൃതനായ മനുഷ്യൻ വിളിച്ചു കൂവി, ഈ മുഹമ്മദ് സാധാരണ മുഹമ്മദല്ല. മാമരങ്ങളെ മാടി വിളിക്കുമ്പോഴത്തേക്കും അടുത്ത മാമരങ്ങൾ അടുത്തു വരുന്ന സാധാരണത്വത്തിന്റെ വ്യക്തിപ്രഭാവമാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മുടെ നബി സാധാരണ നബിയാണോ മുഅ്മിനീങ്ങളെ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, നബിയേ ഇനി സമിഅതു മിൻക ഹദീസൻ കസീറൻ ഫഅൻഫഅഹു. ധാരാളം ഹദീസ് ഞാൻ കേൾക്കുന്നുണ്ട് നബിയെ. ധാരാളം ഹദീസ് അവിടുത്തെ ചാരത്തിൽ ഞാൻ കേൾക്കുന്നുണ്ട് നബിയെ. പക്ഷേ മറന്നുപോണ് നബിയെ. പരിഹാരം പറയാൻ റസൂലുള്ളാഹിന്റെ ചാരത്ത് ആരാ ഏറ്റവും കൂടുതൽ ഹദീസ് നിവേദനം ചെയ്ത? മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, ഒക്കെ മറന്നുപോണ് നബിയെ. അപ്പോ അബൂ സുത്ത് റിദ അക്കയ അബൂ ഹുറൈറ, ആ തട്ട ഇങ്ങോട്ട് നീട്ടിക്കേ അബൂ ഹുറൈറ. റസൂലുള്ളാഹി തങ്ങളെ എന്തൊരു ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ആലോചിച്ച് നോക്ക്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സങ്കടം പറയണ നേരത്തെ ആ തട്ട അങ്ങനെ തോളിക്കിടന്നു. അബൂ ഹുറൈറ തട്ടം എന്ന് പറഞ്ഞാൽ ഷോൾ ഇങ്ങനെ തോളിക്കിടന്നു. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറയാ, ആ തട്ട ഇങ്ങോട്ട് നീട്ടിക്കേ അബൂ ഹുറൈറ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ അബൂ ഹുറൈറ തട്ട ഇങ്ങനെ നീട്ടി കാണിച്ചു കൊടുത്തു. എന്താ പറഞ്ഞ രോഗം? എനിക്ക് മറവിയുണ്ട് നബിയെ, ഒരുപാട് ഹദീസ് ഞാൻ കേൾക്കുന്നുണ്ട് നബിയെ, ഒക്കെ മറന്നുപോണ് നബിയെ എന്ന് പറഞ്ഞപ്പോൾ തട്ട ഇങ്ങോട്ട് നീട്ടിക്കേ അബൂ ഹുറൈറ. ആ തട്ടം ഇങ്ങോട്ട് നീട്ടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ വാരി ആ തട്ടത്തിലേക്ക് ഇട്ടു. എന്നിട്ട് പറഞ്ഞു, അതൊന്ന് കൂട്ടിപ്പിടിച്ചേ അബൂ ഹുറൈറ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി അന്തരീക്ഷത്തിൽ നിന്ന് എന്തൊക്കെയോ വാരിയിട്ടത് മുഴുവൻ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു. ഫമാനസീതു ഹദീഥൻ ബഅദു. അതിനുശേഷം ഞാനൊരു ഹദീഥും മറന്നിട്ടില്ല. കണ്ണടർന്നു പോയപ്പോ അടർക്കളത്തിൽ വെച്ച് അടർന്നുപോയ കണ്ണും താങ്ങി പിടിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ചാരത്ത് എന്നപ്പോ തൊപ്പ് നീരെടുത്ത് കണ്ണി പുരട്ടിയിട്ട് റീഫിറ്റ് ചെയ്തപ്പോ കണ്ണ് കാലാകാലം ഇരുന്നില്ലയോ? വാർദ്ധക്യ സഹജമായ രോഗം പിടിപെട്ടിട്ടും കത്താതെ നിങ്ങൾ പറയുന്നത് എന്താണെന്നറിയോ? ഹബീബ് എനിക്ക് ഫിറ്റ് ചെയ്ത് എന്ന കണ്ണിനൊരു കാഴ്ചക്ക് കുറവില്ല. മറ്റേ കണ്ണ് ഒരു കുഴപ്പമില്ലാത്ത കണ്ണായിരുന്നു. ആ കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. പക്ഷേ അടർക്കളത്തിൽ വെച്ച് ഛേദിക്കപ്പെട്ട ഹബീബിന്റെ തുപ്പ് നീര് കൊണ്ട് ഫിറ്റാക്കപ്പെട്ട കണ്ണുണ്ടല്ലോ, ആ കണ്ണിന് കേടൊന്നുമില്ല. ഖൈബർ യുദ്ധത്തിന്റെ രണാങ്കണത്തിന്റെ വേളയിൽ ഖൈബർ പോരാട്ടം നടത്താൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലാൻ നേരത്ത് മഹാനായ റസൂലുള്ളാഹി തആല അലി റളിയല്ലാഹു അൻഹു തിരക്കുന്ന സമയത്ത് സഹാബത്ത് പറഞ്ഞു, അലി റളിയല്ലാഹു അൻഹു ചെങ്കണ്ണുബാധിതനായി കിടക്കുകയാണ് നബിയെ, കഴിയില്ല. ഖൈബർ മുറഹിബ് രാജന്റെ കോട്ടകൊത്തളങ്ങളിലേക്ക് തൗഹീദിന്റെ സിദ്ധാന്തങ്ങളുമായി സഹാബത്തും പ്രവാചക പ്രഭുവും കടന്നു എന്നപ്പോൾ ആ ഇസ്ലാമിക് റെജിമെന്റിന് ക്യാപ്റ്റൻസി ആകാൻ റസൂലുള്ളാഹി സെലക്ട് ചെയ്ത ആളാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. കണ്ണിന് ചെങ്കണ്ണ
വിളിക്കണ്ടെന്ന് പറഞ്ഞു. വിളിക്കുക അലീനെ. അലി റളിയല്ലാഹു അൻഹു വന്നു. റസൂലുള്ളാഹിന്റെ തുപ്പുനീരെടുത്തിട്ട് അലി റളിയല്ലാഹുവിന്റെ കണ്ണിൽ ഇങ്ങനെ പുരട്ടിക്കൊടുത്തു. ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ തുപ്പുനീര് കണ്ണിൽ പുരട്ടിയ അലി ഇബ്നു അബീ താലിബ് തങ്ങൾ, ചെങ്കണ്ണ് രോഗം പിടിപെട്ട് കിടന്ന അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ദുൽദുലെന്ന കുതിരപ്പുറത്ത് കയറി ദുൽഫുഖാർ എന്ന വാളും പിടിച്ച മുറക്കിബരാജന്റെ തലയെ അന്തരീക്ഷത്തിലൂടെ പാറിപ്പറപ്പിച്ച ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതാക മുറക്കിബരാജന്റെ ഖൈബർ നാട്ടിൽ രാജ്യത്ത് സ്ഥാപിച്ച മഹാൻ. എന്തിന്റെ ബറക്കത്താണ്? ഹബീബിന്റെ തുപ്പുനീരിന്റെ ബറക്കത്തല്ലയോ? വലിയ സൈനിക റെജിമെന്റിന്റെ നായകനാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. അതാ ഒരു വലിയ പോരാട്ടം നടക്കുകയാണ്. യുദ്ധം നടക്കുന്ന വേളയിൽ ലക്ഷക്കണക്കിന് സഹാബികൾ, ലക്ഷക്കണക്കിന് സൈന്യം മറുഭാഗത്തുണ്ട്. 25,000-ലേറെ സഹാബികളാണ് കൂടെ ഉള്ളത്. ലക്ഷക്കണക്കിന് ആളുകൾ മറുഭാഗത്തുണ്ട്. 2 ലക്ഷത്തിലേറെ ആളുകൾ ആ യുദ്ധത്തിൽ ശത്രുക്കളായിട്ടുണ്ട്. വെറും 25,000 പേരുമായിട്ടാണ് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പോകുന്നത്. പടക്കളത്തിന്റെ നടുവിൽ വെച്ച് അവിടുന്ന് ഇറങ്ങി നടക്കുകയാണ്. പടക്കളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. എന്തോ തിരഞ്ഞിട്ട് നടക്കുന്നു. ആളുകൾ ചോദിച്ചു, അല്ല, ഈ ഇസ്ലാമിക് റെജിമെന്റിന്റെ ക്യാപ്റ്റനായ വലിയ ചക്രവർത്തിയായ പടക്കളത്തിൽ എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തെരഞ്ഞെടുക്കുന്നത്? ഇവിടെ ഘോരമായ പോരാട്ടം നടക്കുകയല്ലേ? ആ നേരത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയുന്നത് എന്താണെന്നറിയുമോ? ചില്ലരക്കാരനല്ല ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു. ഒരു സാധാരണക്കാരനല്ല. ഒരു ജൂതനായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഖാലിദേ, എന്റെ കയ്യിൽ നിൽക്കുന്ന വിഷം കണ്ടോ? ഒന്ന് കുടിച്ചിട്ട് മരിക്കാതെ നടക്കാവോ? എന്തൊരു വെല്ലുവിളിയാണെന്നറിയോ? നിന്റെ റസൂലുള്ളാഹി വലിയ പവറുള്ള ആളാണല്ലേ നീ പറയണത്? നീ വിശ്വസിക്കണ അല്ലാഹു എല്ലാത്തിനും കഴിവുള്ള ആളാണെന്നല്ലേ നീ പറയണത്? എന്റെ കയ്യിരിക്കണ വിഷക്കുപ്പിയുണ്ടോ? ഈ വിഷം ഒന്ന് കുടിച്ചിട്ട് മരിക്കാതെ നടക്കാവോ ഖാലിദേ? ആ സമയത്ത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആൺകുട്ടിയാണ്. ഇസ്ലാമിക വിശ്വാസം, അല്ലാഹുവിലും റസൂലിലും അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന ഖാലിദ് ബിൻ വലീദ് കൊണ്ടുപോടാ വിഷക്കുപ്പി. അടപ്പിങ്ങനെ ഊരിയിട്ട് വിഷം ഇങ്ങനെ കമഴ്ത്തി. നമ്മൾ സാധാരണ ഹദ്ദാദിന് ചെല്ലാറുള്ള ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. ഈ ദിക്ർ അങ്ങോട്ട് ചൊല്ലിയിട്ട് വിഷം കുടിച്ചുപോയി. മാസങ്ങൾ പിന്നിട്ട്, വർഷങ്ങൾ പിന്നിട്ട്, കൊല്ലങ്ങൾ കഴിഞ്ഞുപോയി. അവിടുത്തെ രോമത്തിന് പോലും ഒരു കേടുപാടും വരാത്ത മഹാൻ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ വേളയിൽ ഇങ്ങനെ ഇറങ്ങി തെരഞ്ഞു നടക്കുന്ന നേരത്തെ മഹാന്മാരായ സഹാബത്ത് ചോദിക്കുന്നു, മൊബൈൽ സ്ത്രീകൾ നാശത്തിലേക്ക് എന്ന എൻ്റെ പ്രസംഗവും ഫാറൂഖ് നഈം ഉസ്താദിന്റെ പ്രഭാഷണങ്ങളും സദസ്സിൽ ലഭിക്കും എന്ന കാസറ്റ് വെക്കാൻ വന്ന ആള് കൊണ്ടുകൊണ്ട് ഇടയ്ക്ക് തന്നതാണ്. നിങ്ങളൊക്കെ മേടിക്കാൻ ശ്രമിക്കുക. മൊബൈലിന് എല്ലായിടത്തും കുഴപ്പമാണ്. നമ്മുടെ സ്ത്രീകളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ട് കുഴപ്പമാണ്. നമ്മളിപ്പോൾ എൻ്റെ ഉമ്മമാരെ, ഇവിടെ വന്ന ഉമ്മമാരെ ഞാൻ ആക്ഷേപിക്കുകയൊന്നുമല്ല. എനിക്ക് നിങ്ങളോട് വിരോധവും വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ അങ്ങനെയൊക്കെ ആയിപ്പോയി നമ്മുടെ സാമൂഹിക അന്തരീക്ഷം. ഇൻഷാ അല്ലാഹ് CD കിട്ടും, നിങ്ങളത് മേടിക്കുക. ആദരണീയരായ ഉസ്താദ് മുഹമ്മദ് ഫാറൂഖ് നഈം അൽ ബുഖാരി അവരുടെ CDയും ഈ നഗരിയിൽ കിട്ടും, നിങ്ങളത് മേടിക്കുക ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ യുദ്ധവേളയിൽ അപ്പോ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയാ, എന്റെ തൊപ്പി നഷ്ടപ്പെട്ടു പോയി. എന്തിനാ ഒരു തൊപ്പി നഷ്ടപ്പെട്ടിട്ട് ഇത്രേ തരേണ്ട കാര്യമുണ്ടോ? അതിനകത്തൊരു മുടിയിരിപ്പുണ്ട്. അതെന്റെ ഹബീബിന്റെ മുടിയാണ്. ആ മുടി തുന്നിച്ചേർത്ത് വെച്ച പടത്തൊപ്പിയും ധരിച്ചുകൊണ്ട് ഞാൻ പങ്കെടുത്ത യുദ്ധങ്ങളൊന്നും എനിക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. ഹബീബിന്റെ മുടിക്ക് പവറുണ്ട് മുഅ്മിനുകളെ, തുപ്പുനീരിന് പവറുണ്ട് മുഅ്മിനുകളെ, വിയർപ്പ് കണങ്ങൾക്ക് പവറുണ്ട് മുഅ്മിനീങ്ങളെ. വിശദീകരിക്കാൻ വിശാലമായൊരു പ്രപഞ്ചമാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വസിയത്ത് ചെയ്യുന്നുണ്ട്, എന്നെ നിങ്ങൾ ഖബറിലെ 11 വർഷക്കാലം ഹബീബിന് സേവനം ചെയ്ത മഹാനാണ്. 11 വർഷക്കാലം റസൂലുള്ളാഹിന്റെ സ്വഭാവത്തിന്റെ മഹാത്മ്യം എത്ര വലുതാണെന്നറിയോ? അനസേ, എന്തിനാ അങ്ങനെ ചെയ്തത്? അനസേ, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ. അനസേ, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ എന്നൊരു കലാമ പോലും, എന്നൊരു വർത്തമാനം പോലും എന്നെ വിളിച്ചിട്ട് എന്നോട് റസൂലുള്ളാഹി തങ്ങൾ 11 വർഷക്കാലം ഞാൻ സേവനമനുഷ്ഠിച്ചിട്ട് എന്നോട് എന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല. അത്രമേൽ വലിയ സ്വഭാവ മഹാത്മ്യത്തിന്റെ
ശ്രേഷ്ഠ സമന്നതമായ എല്ലാ ശ്രേഷ്ഠതകളും സമ്മേളിച്ച സ്വഭാവത്തിന്റെ മഹാത്മ്യം ഉൾക്കൊള്ളുന്ന മഹാൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടോ, ഞാൻ മരണപ്പെട്ടാൽ എന്നെ ഹബീബിന്റെ ഷെയർ, ആ മുബാറക്കായ ഷെയർ എന്റെ നാവിന്റെ അടിയിൽ നിങ്ങൾ വെക്കണം, എന്റെ നാവിന്റെ അടിയിൽ നിങ്ങൾ വെക്കണം, എന്നിട്ട് നിങ്ങൾ എന്നെ മറമാടണം. മഹാനായ അൽബിദായത്തു വന്നിഹായിൽ ഹാഫിദ് ഇബ്നു കസീർ അടക്കം പറയുന്നുണ്ട്, വദുഫിന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മഅ ഷഅർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹ്ത ലിസാനിഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവ്, അവിടുത്തെ മുടിയെടുത്ത് അനസ് ബിൻ മാലിക് തങ്ങളുടെ നാവിന്റെ അടിയിൽ വെച്ചിട്ടാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിനെ മറമാടിയത്. അതിന്റെ നിഴലാണ് നമ്മൾ ഇങ്ങനെ നടന്നു പോയത്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇതെന്തൊരു നബിയാണ്, ഏ ശഹൻശാഹേ മദീന, അസ്സലാത്തു വസ്സലാം, സീനത്തെ അർശേ മുഅല്ലാ, അസ്സലാത്തു വസ്സലാം. ഈ നബിയുടെ മുഖത്ത് നോക്കിയിരുന്ന സൗന്ദര്യം ആസ്വദിച്ചു കൊണ്ടിരുന്ന സിദ്ദീഖ് തങ്ങളുടെ കാലിന് വിഷം തട്ടിയിട്ട് ആ വിഷമിറങ്ങിയ നേരത്ത് ഗുഹയുടെ പിന്നാമ്പുറത്തു നിന്നൊരു സീൽക്കാരത്തിന്റെ ശബ്ദം കേൾക്കുന്നു. അതാ പണമുയർത്തിക്കൊണ്ട് സർപ്പം ഇറങ്ങി വരികയാണ്. മുന്നിൽ നിന്ന് ഹബീബിന്റെ കയ്യിൽ പിടിച്ചിട്ട് സിദ്ദീഖ് തങ്ങൾ പിന്നിലോട്ട് മാറ്റി നിർത്തിയിട്ട് പറയുകയാണ്, എന്നെ കൊത്തിയത് പോരാഞ്ഞിട്ട് എന്റെ ഹബീബിനെ നോവിക്കാൻ വരുന്നോ, ഞാനിത് അനുവദിച്ചു തരില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ പിടിച്ച് പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തിയിട്ട് പാമ്പിന്റെ മുന്നിലേക്ക് കയറി നിൽക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ നേർക്കിറങ്ങി വന്ന സർപ്പം, ആ വലിയ മൂർഖൻ പാമ്പ് അതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ റസൂലുള്ളാഹിനോട് സംസാരിക്കുകയാണ്. രോമാഞ്ചമുണ്ടായില്ലേ മുഅ്മിനേ? യാ റസൂലല്ലാഹ്, അകലകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരങ്ങളിൽ കഴിഞ്ഞിരുന്നൊരു പാവപ്പെട്ട ഉരകമാണ് ഞാൻ. ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു പോകുന്നൊരു മുഹൂർത്തത്തിൽ ഒരു മനുഷ്യൻ തൗറാത്ത് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടു. ആ തൗറാത്തിനകത്ത് ഈ മരുഭൂമിയിൽ ആഗതനാകുന്ന പ്രവാചക പുങ്കവന്റെ ശ്രേഷ്ഠതകൾ ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു. അന്ന് ആഗ്രഹിച്ചതാണ് ഈ മുഖമൊന്ന് കാണാൻ, അന്ന് ആഗ്രഹിച്ചതാണ് അവിടുത്തെ ചാരത്തൊന്ന് വന്നു നിൽക്കാൻ. അകലെ ആയിരം കാതങ്ങളകലെ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തീരങ്ങളിൽ കഴിയുന്ന എനിക്ക് എങ്ങനെയാണ് അവിടുത്തെ ചാരത്ത് വരാൻ കഴിയുക നബിയേ? ഞാൻ അങ്ങനെ ആശങ്കയിലായി കഴിഞ്ഞുകൂടുന്ന സമയത്ത് അതാ ഒരു വലിയ ഗരുഡൻ എന്നെയും കൊത്തിയെടുത്ത് പറക്കുകയാണ്. എന്നെ ഭക്ഷണമാക്കാൻ, എന്നെ കഴിക്കാൻ, എന്നെ തിന്നാൻ, എന്നെ തിന്നിട്ട് വിശപ്പടക്കാൻ കരുതിയ ഗരുഡൻ എന്നെയും കൊണ്ടതിന്റെ കാലിൽ ഇങ്ങനെ മുറുകി പിടിച്ചിട്ട് പറന്ന് 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 കാതങ്ങൾ സഞ്ചരിച്ച് ഈ സൗർ ഗുഹായുടെ ചാരങ്ങളിൽ വന്നപ്പോൾ അതിന്റെ പിടിയൊന്നയഞ്ഞു നബിയേ. ഞാൻ അങ്ങനെ ഈ സൗർ ഗുഹായുടെ പരിസരങ്ങളിൽ കയറി ഒളിച്ചിരുന്നു നബിയേ. എല്ലാ ദിവസവും ഞാൻ ഈ ഗുഹായുടെ പരിസരങ്ങളിൽ വന്നു നോക്കും. നബി വന്നോ? ആഗമന പ്രവാചകനാഗതനായോ? ഞാനിങ്ങനെ എല്ലാ ദിവസവും ഒന്ന് നോക്കും. ഇന്ന് അവിടുന്ന് വന്നു എന്ന ഇൻഫർമേഷൻ എനിക്ക് കിട്ടി, അവിടുന്ന് വന്നു എന്ന വിവരം എനിക്ക് ലഭിച്ചു. ഞാൻ സാധാരണ കയറി നോക്കാറുള്ള എല്ലാ പഴുതുകളും കയറി നോക്കി. പക്ഷേ അതെല്ലാം അവിടുത്തെ കൂട്ടുകാരനായ സിദ്ദീഖ് വളരെ ഭദ്രമായിട്ട് അടച്ചിട്ടുണ്ട് നബിയേ. പിന്നെ നോക്കുമ്പോൾ
നോക്കുമ്പോ ചെറിയൊരു പതപ്പ് കാണുന്നു, ചെറിയൊരു ചതുപ്പ് കാണുന്നു. ഞാൻ മെല്ലെ ആ പതപ്പിലൊന്ന് തൊട്ടു നോക്കി, ഞാൻ മെല്ലെ ആ ചതുപ്പിലൊന്ന് സ്പർശിച്ചു നോക്കി. എനിക്ക് മനസ്സിലായി ഇത് സിദ്ദീഖിന്റെ കാലാണെന്ന്. എനിക്ക് തിരിഞ്ഞു ഇത് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലാണെന്ന്. പക്ഷേ ഞാൻ മുട്ടുമ്പോ എന്നെ പരിഗണിക്കുന്നില്ല സിദ്ദീഖ്. ഞാൻ രണ്ടാമതും ഒന്ന് തട്ടി നോക്കി, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല സിദ്ദീഖ്. മൂന്നാമതെനിക്ക് കൊത്തേണ്ടി വന്നു നബിയേ. അഫ്വൻ ലി യാ റസൂലല്ലാഹ്, സബ്റൻ ലി യാ ഹബീബല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പാമ്പതിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിക്കുകയാണ്. വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ച് കൊത്തിയതല്ല. സിദ്ദീഖിന്റെ മുഖമൊന്ന് കാണാൻ, സിദ്ദീഖ് തങ്ങളോട് വേദനിപ്പിച്ചത് അവിടുത്തെ ഭൂമുഖമൊന്ന് കാണാനാണ്. കണ്ടുവോ ഉരകങ്ങൾക്കറിയാം ഹബീബിനെ. ഈ മണൽത്തരികളോട് ചോദിച്ചു നോക്കൂ, റസൂലുള്ളാഹിനെ അറിയുമോ? മാമരങ്ങളോടും ആകാശമണ്ഡലങ്ങളോടും പറവകളോടും ലോകത്തോടും നിങ്ങൾ ചോദിച്ചു നോക്ക. ലോകത്തിന്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ, പറവകളുടെ ഭാഷ നിങ്ങൾക്ക് തിരിയുമായിരുന്നെങ്കിൽ, മണൽത്തരികളുടെ വർത്തമാനം നമുക്ക് മനസ്സിലാക്കാൻ ശേഷിയുണ്ടാകുമായിരുന്നെങ്കിൽ, വാചാലമായി ഹബീബിനെ പറ്റി മണൽത്തരികളും വാനവും ആകാശവും ലോകവും പറവകളും മൃഗങ്ങളും പക്ഷി മൃഗാദികളും സസ്യലഗാദികളുമെല്ലാം നമ്മുടെ ഹബീബിനെ പറ്റി വാചാലമായി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. മുഅ്മിനുകളെ, ഈ രാത്രിയുടെ പ്രതിഫലമാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇല്ലയോ? സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നത്, ഈ രാത്രി ഒന്ന് തരുമോ സിദ്ദീഖ്? ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ സകല സൽക്കർമ്മങ്ങളും അവിടുത്തേക്ക് നൽകിയേക്കാം. ഇതെന്തൊരു സ്നേഹമാണ്, ഇതെന്തൊരു മഹബത്താണ് മുഅ്മിനുകളെ. ഞാൻ ആലോചിക്കേണ്ട വിഷയം, ഗൗരവത്തോടെ ആലോചിക്കേണ്ട വിഷയം, നമ്മളെല്ലാവരും വളരെ പ്രാമുഖ്യത്തോടെ മനസ്സിലാക്കേണ്ട കാര്യം, സിദ്ദീഖ് തങ്ങളുടെ പദവി എത്ര വലുതാണ്. ഹബീബായ നബി തങ്ങൾ ഒരു ദിവസം സിദ്ദീഖ് തങ്ങൾ വിളിച്ചു, സിദ്ദീഖേ, ഈ മോതിരം കൊണ്ടുപോയി ഒരു തട്ടാന്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഇതിനകത്ത് അല്ലാഹു എന്ന് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അല്ലാഹു എന്ന് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മോതിരമായിട്ട് പോയി. തട്ടാൻ തന്നെയല്ലേ പറയാ. തട്ടാനെടുത്ത് കൊണ്ട് ചെന്നിട്ട് തട്ടാനോട് പറഞ്ഞു, അല്ല ഇതിനകത്തെ അല്ലാഹു മുഹമ്മദ് എന്ന് എഴുതണം. റസൂലുള്ളാഹി എന്തേ പറഞ്ഞിട്ടുള്ളൂ? അല്ലാഹു എന്ന് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ട് ചെന്നിട്ട് പറഞ്ഞു, അതിനകത്ത് അല്ലാഹു മുഹമ്മദ് എന്ന് എഴുതണം. അങ്ങനെ തട്ടാൻ അതിനകത്ത് അല്ലാഹു മുഹമ്മദ് എന്നൊക്കെ എഴുതി. കുറച്ചു ദിവസം കഴിഞ്ഞ് മോതിരം തിരികെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ താരത്തേക്ക് സിദ്ദീഖ് തങ്ങൾ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, സിദ്ദീഖേ, ഇതിനകത്ത് ഞാൻ പറഞ്ഞതിലും അധികം ഉണ്ടല്ലോ. മഹാനായ റളിയല്ലാഹു അൻഹു അവിടുത്തെ വിളിച്ചിട്ട് നബി തങ്ങൾ പറയുകയാണ്, ഞാൻ നിന്നോട് അല്ലാഹു എന്നല്ലേ ഇതിനകത്ത് എഴുതാൻ പറഞ്ഞോളൂ, ഞാൻ അല്ലാഹു എന്നല്ലേ എഴുതാൻ പറഞ്ഞോളൂ. ഇതിനകത്ത് അല്ലാഹു എന്നും മുഹമ്മദ് എന്നും സിദ്ദീഖ് എന്നും ഒക്കെ കാണുന്നല്ലോ. സിദ്ദീഖ് എന്ന് എഴുതാൻ ആരാണ് നിന്നോട് കൽപ്പിച്ചത്? മുഹമ്മദ് എന്ന പേരെഴുതാൻ നിന്നോട് കൽപ്പിച്ചതാരാണ്? അല്ലാഹു എന്ന് മാത്രം എഴുതാനല്ലയോ ഞാൻ നിന്നോട് കൽപ്പിച്ചത്? എന്തിനാണ് ഇങ്ങനെ അധികം ഇതിനകത്ത് എഴുതി ചേർത്തത്? ഈ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അല്ലാഹു എത്രമാത്രം വലിയ പദവി കൊടുത്തു എന്നറിയുമോ അവിടുത്തേക്ക്? മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ചെറിയ കുഞ്ഞിനെ പോലെ നിന്ന് കരയുകയാണ്, നബിയേ, അല്ലാഹു എന്ന് എഴുതാൻ അവിടുന്ന് എന്നോട് കൽപ്പിച്ചു, ശരിയാണ്. ഞാൻ കൊണ്ടുപോയി തട്ടാൻ്റെ അടുത്ത് ആ മോതിരം കൊടുക്കുന്ന നേരത്ത് എനിക്കൊരു മടി. അല്ലാഹുവിന്റെ പേരിനോട് ചേർത്തിട്ട് മുഹമ്മദ് എന്ന് കൂടി എഴുതാനാണ് സിദ്ദീഖിന് ഇഷ്ടം. അവിടുത്തെ പേരൊഴിവാക്കിയിട്ട് അല്ലാഹുവിന്റെ പേര് മാത്രം എഴുതാൻ, അല്ലാഹുവിന്റെ പേരെഴുതിയിട്ട് അവിടുത്തെ ഒഴിവാക്കി എഴുതാൻ സിദ്ദീഖിന്റെ മനസ്സനുവദിച്ചില്ല നബിയേ. ആ തട്ടാനോട് ഞാനാണ് പറഞ്ഞത്, ആ മോതിരത്തിനകത്ത് അല്ലാഹു എന്നും മുഹമ്മദ് എന്നും എഴുതാൻ. അപ്പ റസൂലുള്ളാഹി ചോദിച്ചു, സിദ്ദീഖ്
സുദ്ദീഖ് ഇതിനകത്ത് കാണുന്നല്ലോ, അതാര് പറഞ്ഞിട്ട് എഴുതിയതാ? അങ്ങനെ എഴുതാൻ ഞാൻ നിനക്ക് പെർമിഷൻ തന്നോ? അറിയില്ല നബിയേ, ഞാൻ അയാളോടത് പറഞ്ഞിട്ടില്ല നബിയേ. ആ നിമിഷമതാ നസലൽ അമീനു മലക്കു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരുന്നു. നബിയോട് സന്തോഷ വാർത്ത അറിയിക്കുന്നു. നബിയേ, അല്ലാഹുവിന്റെ പേരിനോടൊപ്പം അവിടുത്തെ പേരുകൂടി എഴുതാൻ താല്പര്യപ്പെട്ട സുദ്ദീഖില്ലയോ? ആ സുദ്ദീഖിന്റെ പേര് അല്ലാഹുവിന്റെയും റസൂലിന്റെയും പേരിനോടൊപ്പം എഴുതാൻ അല്ലാഹു ഇഷ്ടപ്പെട്ടു പോയി നബിയേ. അല്ലാഹു പ്രത്യേകം നിർദ്ദേശം തന്നിട്ട് ഞാനാണ് തട്ടാന്റെ മനസ്സിനകത്ത് സുദ്ദീഖ് എന്നുകൂടി എഴുതാൻ ഓർഡർ കൊടുത്തത് നബിയേ. സുദ്ദീഖ് തങ്ങൾ നിരപരാധിയാണ് നബിയേ. ഇതെന്തൊരു പദവിയാണ് മുഅ്മിനുകളെ! ഹബീബിനെ പ്രണയിച്ചത് കൊണ്ട് കിട്ടിയ പദവി, ഹബീബ് കാണിച്ച ആ മാർഗത്തിൽ വള്ളി പുള്ളി വിസർഗത്തിന് വ്യത്യാസമില്ലാതെ സഞ്ചരിച്ചതിന് കിട്ടിയ പദവിയല്ലയോ ഇത്? ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാര്യമാണെങ്കിൽ ഒരു സാധാരണക്കാരനായ സഹാബിയത്ത് കബിസ ബിൻത് റാബിയ എന്ന പെങ്ങളെ അറിയുമോ? ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കൊന്നു എന്ന പ്രചരണം ശത്രുക്കൾ നടത്തിപ്പോയി. കബിസ ബിൻത് റാബിയ എന്ന പെങ്ങൾ ഈ വർത്തമാനം കേട്ടപ്പോ, എന്റെ ഈ മജ്ലിസിൽ വന്ന എന്റെ ഉമ്മമാര് കേൾക്കണമിത്, എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കണമിത്. വെറുതെ ഇങ്ങനെ വഅദിന്റെ മജ്ലിസും കേട്ടിട്ട് പൊടിയും തട്ടി എഴുന്നേറ്റ് പോയാൽ ഈ സ്റ്റേജ് വെറുതെയാണ്, ഈ സംഗമം വെറുതെയാണ്, ഈ സംസാരം വെറുതെയാണ്, ഈ വേഷവിധാനങ്ങൾ വെറുതെയാണ്. എന്റെ ഉമ്മമാരെ, കബിസ ബിൻത് റാബിയ എന്ന പെങ്ങൾ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് ഇറങ്ങി വരുന്ന നേരത്ത് ഒരു സൈനികൻ പറഞ്ഞു, കബിസ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ ശഹീദായി പോയി കബിസ. ഈ സഹോദരി ചോദിക്കുന്നു, അയിന റസൂലുള്ളാഹ്? അപ്പോഴും അതേ സഹോദരൻ പറയുന്നു, കബിസ, നിന്റെ പ്രിയപ്പെട്ട മകനില്ലയോ? നിന്റെ മണവറയെ മനോഹരമാക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞു പോയെന്ന് പറയുമ്പോൾ ആ സഹോദരി ചോദിക്കുന്നത് എന്താണെന്നറിയോ? അയിന റസൂലുള്ളാഹ്? എവിടെയാണ് എന്റെ ഹബീബായ തിരുനബി തിങ്കൽ? അപ്പോഴാ സഹോദരൻ, ആ സൈനികൻ പറയുന്നു, മോളെ കബിസ, നിന്റെ പൊന്നുമോനില്ലയോ? നീ താരാട്ടു പാടിയ, നീ തലോടിയ, നീ പാലൂട്ടിയ, നീ പാതിരാവിന്റെ പഴുതുകളിൽ ഉറക്കമൊളിച്ചിരുന്ന് പോറ്റി വളർത്തിയ, നീ നടത്തിച്ച, നീ സംസാരിപ്പിച്ചു പഠിപ്പിച്ച, നിന്റെ മടിത്തട്ടിൽ കാല് വെച്ച് നടക്കാൻ പഠിച്ച നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോനില്ലയോ? അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് ശഹീദായി പോയി കബിസ. ആ സമയത്ത് കബിസ ബിൻത് റാബിയ എന്ന പെങ്ങൾ ചോദിക്കുന്നു, എവിടെയാണ്, എവിടെയാണ് എന്റെ നബിയുള്ളാഹ്? എവിടെയാണ്, എവിടെയാണ് എൻ ഹബീബുള്ളാഹ്? ആമുഖം കാണാതെ ജീവിത മേറെ ദുസ്സഹമായെന്നിൽ ആപ്പുമേ നീ കണ്ടില്ലെങ്കിൽ ഏറെ ദുരിതമാ. എനിക്കെന്റെ ഹബീബിനെ കാണണം. എവിടാണ് എന്റെ ഹബീബുള്ളതൊന്ന് കാണിച്ചു തരുമോ? ആ സഹോദരി പിന്നെയും ഉഹദിന്റെ രണാങ്കണത്തിൽ റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയോ എന്ന് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴുണ്ടതാ ഒരു സഹോദരൻ വിളിച്ചു പറയുന്നു, മോളെ, നിന്റെ പ്രിയപ്പെട്ട പിതാവില്ലയോ?
കഷ്ടപ്പാടുകളും നഷ്ടങ്ങളും വേദനകളും വേപതുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും തരണം ചെയ്ത് എന്നെ വളർത്തി വലുതാക്കിയ നിനക്ക് വേണ്ടതെല്ലാം തന്ന നിന്റെ പ്രിയപ്പെട്ട വാപ്പ, ആ വാപ്പ ഇതാ, ആ പിതാവതാ, ആ ഉപ്പേതാ ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. ഈ സഹോദരി ചോദിക്കുന്നു, എന്റെ ഹബീബിന് വല്ലതും പിണഞ്ഞോ? എന്റെ ഹബീബിന് വല്ലതും സംഭവിച്ചോ? എന്റെ റസൂലുള്ളാഹി എവിടെ? അതാ മുന്നോട്ട് ഗമിക്കുന്ന നേരത്ത് ഹബീബിനെ കാണാൻ കഴിയാതെ വിഷമിച്ച് വേവലാതി പൂണ്ടുപോകുന്ന മുഅ്മിനേ, വാപ്പ മരണപ്പെട്ടു പ്രശ്നമല്ല, ഭർത്താവ് ഷഹീദായി പ്രശ്നമല്ല, മകൻ മരണപ്പെട്ടു പോയൊരു പ്രതിസന്ധിയുമില്ല. അതാ തന്റെ പ്രിയപ്പെട്ട സഹോദരൻ, തന്റെ കൂടെ പിറപ്പായ പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരനും ഉഹദിന്റെ രണാങ്കണത്തിൽ ഷഹീദായി പോയി മോളെ. അപ്പോഴും കബിഷ ബിൻത് റാബിയ എന്ന പെങ്ങൾക്ക് വേണ്ടത് സഹോദരന്റെ ജനാസയൊന്ന് കാണാനല്ല, മകന്റെ മുഖമൊന്ന് നോക്കാനല്ല, പിതാവിന്റെ ജനാസ ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹമല്ല, തന്നെ പിരിഞ്ഞുപോയ ഭർത്താവിന്റെ മരണപ്പെട്ട് കിടക്കുന്ന ശരീരമെടുത്ത് ചേർത്ത് വെച്ച് ചുടുചുംബനം നൽകാനല്ല. എവിടെയാണ് എന്റെ ഹബീബ്? എവിടെയാണ് എന്റെ റസൂൽ? എന്റെ റസൂലുള്ളാഹിക്ക് വല്ലതും പറ്റിയോ? എന്റെ ഹബീബിനെന്തെങ്കിലും സംഭവിച്ചോ? ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു കയറിയിട്ട് റസൂലുള്ളാഹിനെ കാണുന്നത് ഒരു വേവലാതി പൂണ്ട് നിലവിളിച്ച പ്രിയപ്പെട്ട പൊന്നുമോള് കബിഷ ബിൻത് റാബിയ ഹബീബിന്റെ പൂമുഖം കണ്ടപ്പോഴാണ് സമാധാനിച്ചത് ഉമ്മ. ഇതൊരു സാധാരണക്കാരിയായ സഹാബിയത്തിന്റെ പ്രണയമാണ്. നമ്മൾ പറഞ്ഞ പ്രേമം നേരത്തെ പരാമർശിച്ചത് ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായ, എല്ലാവരെക്കാളും പ്രവാചകന്മാർക്ക് ശേഷം ശ്രേഷ്ഠതയുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമം. അതാ ഒരു സാധാരണ സഹാബിയത്തിന്റെ പ്രണയം. എന്തൊരു പ്രേമമാണ്! നമ്മൾ എത്ര സിനിമാ നടിമാരെ പ്രേമിച്ചു പോയി ഉമ്മമാരെ, എത്രയോ സീരിയൽ നടിമാരെ എന്റെ ഉമ്മമാർക്ക് പ്രേമമാണ്. വരുത്താനാവാതിന് കഴിഞ്ഞോ? ഞാൻ ആലോചിക്കേണ്ടത് അതാണ് മുഅ്മിനുകളെ. ഇന്നീ വഅദിന്റെ മജ്ലിസിൽ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട ഉപ്പമാരും ഉമ്മമാരും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരും, നിങ്ങൾ ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ഇതെല്ലാം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യതയുള്ളതാകണമെങ്കിൽ നിങ്ങളുടെ ഖൽബിന്റെ അകത്തളത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മുഹബ്ബത്ത് വേണം. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, ഉറപ്പ്, ആ യഖീൻ നമ്മൾക്കുണ്ടാകണം. എങ്കിൽ നമ്മൾ വിജയിച്ചു പോയി. അല്ലാതെ വെറുതെ ഒരു ശബ്ദം കേട്ടിട്ട് വെറുതെ ഇങ്ങനെ എഴുന്നേറ്റ് പോയാൽ എന്തൊരു ദുരന്തമാണ്! ഇതിനും വലിയ ദുരിതം വരാനുണ്ടോ? അതേ കബിഷ ബിൻത് റാബിയ എന്ന പെങ്ങളുടെ മഹബത്ത്, എന്റെ ഉമ്മ, എന്റെ പെങ്ങളെ നിങ്ങൾ ഈ മജ്ലിസിൽ നിന്നും ഉൾക്കൊണ്ടാൽ അത് വലിയ നേട്ടമാണ്. സാധാരണക്കാരായ ചെറുപ്പക്കാരെന്ന് വഅദിന്റെ മജ്ലിസുകൾ കേൾക്കാൻ ഒട്ടും താല്പര്യം കാണിക്കുന്നില്ല. എന്റെ ചെറുപ്പക്കാരെ, മഹാനായ സയ്യിദുനാ തൗബാൻ റളിയല്ലാഹു അൻഹു ആരാണ്? എപ്പോൾ നല്ല ആരോഗ്യ ദൃഢഗാത്രനായ ഊർജ്ജസ്വലതയുള്ള യുവത്വം തുളുമ്പുന്ന രക്തത്തുടിപ്പുള്ള നല്ല ചെറുപ്പക്കാരനായിരുന്നു. ഗ്ലാമറുള്ള സൗന്ദര്യമുള്ള നല്ല ചെറുപ്പക്കാരനായിരുന്നു. നല്ല കാണാൻ നല്ല ചന്തമുള്ള ചെറുപ്പക്കാരൻ സയ്യിദുനാ തൗബാൻ റളിയല്ലാഹു അൻഹു. എപ്പോഴും പണിയെന്താ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് മുഖത്തിങ്ങനെ നോക്കിയിരിക്കും. റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ട് ആ മുഖത്തിങ്ങനെ നോക്കിയിരിക്കും, ഹബീബിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കും. കുറച്ചു നേരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകും. കുറെ നേരം കഴിഞ്ഞ് വീണ്ടും മടങ്ങി വന്നിട്ട് റസൂലുള്ളാഹിന്റെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ശോഷിച്ച് അവിടുത്തെ ആരോഗ്യമൊക്കെ ചുരുങ്ങി വന്നു.
റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി മോനെ സൗബാൻ? സൗന്ദര്യമുണ്ടായിരുന്ന, ആരോഗ്യമുണ്ടായിരുന്ന നീ ഇങ്ങനെ ക്ഷയിച്ചു വരാൻ കാരണമെന്താണ്? നബിയേ, എനിക്കെപ്പോഴും അലട്ടുന്നൊരു പ്രശ്നമുണ്ട് എൻ്റെ മനസ്സിന്റെ അകത്തളത്തിൽ. ഞാനടക്കം ചിന്തിക്കാൻ പറയുന്നു, എൻ്റെ ചെറുപ്പക്കാരെ നമ്മൾ ചിന്തിക്കാൻ പറയുന്നു. സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ സങ്കടം, വിഷമം എന്താണെന്നറിയോ നബിയേ? ഞാനിപ്പോ അവിടുത്തെ മുഖത്തിങ്ങനെ കുറെ നേരം നോക്കിയിരിക്കും. എനിക്കൊരു അല്പ ആശ്വാസം തോന്നിയെന്ന് തോന്നുമ്പോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകും. എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നെ വീണ്ടും അവിടുത്തെ ചിന്തകൾ ഇങ്ങനെ എന്നെ വീണ്ടും ആടി വിളിക്കും. അവിടുത്തെ മുന്നിൽ വന്നിട്ട് ആ മുഖമൊന്ന് വീണ്ടും നോക്കാൻ ഞാൻ ഓടി അവിടുത്തെ ചാരത്ത് വന്നിട്ട് അവിടുത്തെ മുഖത്തിങ്ങനെ വീണ്ടും നോക്കിയിരിക്കും. കണ്ണെടുക്കാൻ തോന്നാത്ത വിധം അവിടുത്തെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കാൻ എന്തൊരു ചിന്തമാണ് എനിക്ക്. പക്ഷേ എനിക്കൊരു വിഷമമുണ്ട്. എന്താണെന്നറിയോ? ഈ സൗബാനങ്ങ് മരണപ്പെട്ടു പോയാൽ നാളെ ആഖിറത്തിൽ ഹബീബായ നബി ലക്ഷക്കണക്കിന് അമ്പിയാക്കളുടെ ചാരത്തായിരിക്കുമല്ലോ. അബൂനാബുൽ ബശറാദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ തുടങ്ങുന്ന ലക്ഷോപലക്ഷം മഹാന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും അമ്പിയാ മുർസലീങ്ങളുടെയും ഇടയിലായിരിക്കുമല്ലോ ഈ സൗബാൻ. അവിടുത്തെ മുഖമൊന്ന് കാണണമെന്ന് തോന്നിയാൽ അവിടുത്തെ ചാരത്തേക്ക് ഓടി എന്ന് വരാൻ കഴിയുമോ നബിയേ? അത് കഴിയൂലല്ലോ നബിയേ. എന്റെ വിഷമമതാണ്, എന്റെ സങ്കടമതാണ്, എന്നെ അലട്ടുന്ന പ്രശ്നവും ദുഃഖവും അതാണ്. എന്റെ മനസ്സിനെ എപ്പോഴെങ്കിലും മതിച്ചിട്ടുണ്ടോ മുഅ്മിനുകളെ ഈ ചിന്ത? ഞാൻ വലിയ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നു, നമ്മൾ വലിയ റസൂലുള്ളാഹിന്റെ ആളാണെന്ന് അഹങ്കരിക്കുന്നു, നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണെന്ന് ഈർവാണം പറയുന്നു. എന്റെ ഖൽബിൽ എപ്പോഴെങ്കിലും ഞാൻ എന്റെ ഹബീബിനെ കണ്ടില്ലല്ലോ, ഞാൻ എന്റെ റസൂലുള്ളാഹിനെ മനാവിലെങ്കിലും ഒരു തവണ ഒന്ന് കണ്ടില്ലല്ലോ. എന്റെ ചിന്ത എപ്പോഴെങ്കിലും എന്റെ ഖൽബിനെ മതിച്ചിട്ടുണ്ടോ? ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണത്, ആത്മവിചാരണ നടത്തേണ്ട വിഷയമാണത്. ഖൽബിന്റെ അകത്തളത്തിൽ എന്റെ ഹബീബിനെ എന്നാണ് ഞാനെന്ന് കാണുക. വമതാഫൂസു ബിനദറത്തിൻ യാ സയ്യിദി വമതാ ഉഖഹിലു മിൻ തറാക ജുഫൂനി എന്നാണ് മുത്തുനബിയുടെ പൂമുഖമൊന്ന് കാണുക. എന്നാണ് മദീനത്തെ മണ്ണെടുത്തിട്ട് എൻ്റെ കണ്ണുകൾക്ക് ഞാൻ സുറുമയിടുക. ഹതഭാഗ്യനായി ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിട്ട് കാര്യമില്ലല്ലോ. ഖൽബുള്ള മുഅ്മിനീങ്ങൾ മുഴുവനും റസൂലുള്ളാഹിനെ കണ്ടുപോയി. മുഅ്മിനുകളെ, ഇമ്മത്തുകളെ മുഴുവനും പരിശോധിച്ചു നോക്ക്. അവരെല്ലാവരും റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഉണർവിൽ കണ്ടിട്ടുണ്ട്. മനാമിലും യഖ്ലത്തിലും ഒക്കെ റസൂലുള്ളാഹിനെ നമ്മുടെ മുൻഗാമികൾ മുഴുവനും കണ്ടിട്ടുണ്ട്. സുയൂത്തി ഇമാമ കണ്ടിട്ടില്ലയോ? അബൂ ഹനീഫ ഇമാമ കണ്ടിട്ടില്ലയോ? ശാഫിഈ ഇമാമ കണ്ടിട്ടില്ലയോ? നബവി ഇമാമ കണ്ടിട്ടില്ലയോ? റളിയല്ലാഹു അൻഹും അജ്മഈൻ. എല്ലാ മഹാന്മാരും ഹബീബിനെ കണ്ടു. ഞാൻ ഹബീബിനെ കണ്ടോ? എല്ലാ മുഅ്മിനീങ്ങളും ഒന്ന് എഴുന്നേറ്റടുത്തേക്ക് വരുമോ? എനിക്ക് പിസാ ഗോപുരങ്ങളെ കാണേണ്ട കാര്യമില്ല, എനിക്ക് താജ്മഹലിന്റെ മിനാരങ്ങളെ കാണേണ്ട കാര്യമില്ല, എനിക്ക് സിൽവർ സ്റ്റോമിൽ പോകേണ്ട കാര്യമില്ല, എനിക്ക് വീഗാലാൻഡിൽ പോകേണ്ട കാര്യമില്ല, ബുർജ് ഖലീഫയുടെ ഉയരങ്ങൾ എനിക്ക് കാണണ്ട, കുത്തബ് മീനാറിന്റെ മനോഹാരിത എനിക്ക് ദൃശ്യമാകണ്ട, എനിക്ക് ലോകത്തൊരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കും പോകണ്ട, എനിക്ക് പോകേണ്ടത് മദീനയിലേക്കാണ്. എന്റെ തലമണ്ഡലങ്ങൾ മത്തുപിടിക്കേണ്ടത് മദീനയാണ്. എന്റെ ലക്ഷ്യം മദീനയാകണം, എന്റെ മോഹം മദീനയാകണം, എന്റെ ഹൃദയത്തിൽ ഹബീബാകണം, എന്റെ ആഗ്രഹങ്ങൾ മദീനയോട് മുത്തമിട്ടതാകണം, എന്റെ ലക്ഷ്യ സാഫല്യങ്ങളുടെ സബലതകൾ മുഴുവനും മദീനയാകുന്ന സാക്ഷാത്കാരമാകണം.
ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മോഹിച്ച മദീന ഇല്ലയോ? 40 ലക്ഷം ഹദീസ് മനപ്പാഠമുള്ള പണ്ഡിതനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. ഒരു തവണ പോലും മദീനത്ത് മൂത്രമൊഴിച്ചിട്ടില്ല, ഒരു തവണ പോലും മദീനത്ത് കാഷ്ടിച്ചിട്ടില്ല. എന്തേ? 40 ലക്ഷം ഹദീസ് പഠിച്ച അബൂ ഹനീഫ ഇമാമ് തങ്ങൾ അവിടുത്തെ ഏതെങ്കിലും ഒരു ഹദീസിന്റെ വാചകം അല്ലെങ്കിൽ 6666 ആയത്തുകളുള്ള വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് മദീനത്ത് മൂത്രമൊഴിക്കാൻ പാടില്ല എന്നുണ്ടോ? മദീനത്ത് കിടന്നുറങ്ങാൻ മടിച്ചിരുന്ന അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു ഞാനെങ്ങാനും കിടന്നുറങ്ങുമ്പോ അറിയാതെ എന്റെ കാലുകൾ എന്റെ ഹബീബിന്റെ റൗളയുടെ നേർക്ക് ഞാൻ നീട്ടിപ്പോകുമോ? എന്തൊരു പ്രേമമാണ് മുഅ്മിനുകളെ, എന്തൊരു ഇഷ്ടമാണ് ഹബീബിനോട് ഇമ്മത്തുകൾ കാണിച്ചു തന്ന മഹബ്ബത്തിന്റെ മാതൃക. എത്രയോ വർഷക്കാലം മസ്ജിദുൻ നബവിയിൽ ക്ലാസ് എടുത്ത മഹാനാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു. ഒരു തവണ പോലും മദീനയിൽ നടക്കുമ്പോൾ ചെരുപ്പ് ധരിച്ച് നടന്നിട്ടില്ല, ഒരു തവണ പോലും വാഹനപ്പുറത്ത് മദീനയിൽ സഞ്ചരിച്ചിട്ടില്ല. ശ്രേഷ്ഠരായ മഹാന്മാരായ ഉലമാ ഇമ്മത്തുകൾ നമുക്ക് ഹബീബിനോട് മഹബ്ബത്ത് പഠിപ്പിച്ചു തന്നു. അതിന് ഇസ്ലാമിന്റെ നിയമത്തിന്റെ സ്കെയില് വെച്ച് അളക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷേ ആ സ്കെയിലിന്റെ ഉള്ളിൽ അത് വന്നുകൊള്ളണമെന്നില്ല. ഹബീബിനെ സാധാരണക്കാരനായി ചിത്രീകരിക്കുന്ന പരിഷ്കരണവാദികൾ ധാരാളം കടന്നു വരുന്ന ഈ കാലഘട്ടത്തിൽ ഈമാനുള്ള മുഅ്മിനീങ്ങൾ ഹബീബിനോട് മഹബ്ബത്ത് കാത്തു സൂക്ഷിക്കും. അതുകൊണ്ട് നമ്മുടെ ചിന്തകൾ അബൂ ഹനീഫ ഇമാം മോഹിച്ച മദീനയോടാകണം, ഇമാമുൽ ശാഫിഈ റളിയല്ലാഹു അൻഹു ദാഹിച്ച മദീനയോടാകണം. എല്ലാ മുഅ്മിനീങ്ങളും ഹബീബാണ്. നമുക്ക് ആകാശത്തിന്റെ നാഥനെ അറിയില്ലായിരുന്നു, നമുക്ക് ഭൂമിയുടെ നാഥനെ പരിചയമില്ലായിരുന്നു. എല്ലാം പഠിപ്പിച്ചു തന്നത് ഹബീബായ റസൂലുള്ളാഹി തങ്ങളാണ്. ഞാനും നിങ്ങളും ഖബറിൽ ഒറ്റയ്ക്കല്ലേ ഉണ്ടാവൂ. ഇന്ന് ഞാനിവിടെ ഈ വേദിയിൽ ഈ ആലിമീങ്ങൾ ഒരുമിച്ച് കൂടിയ സദസ്സിൽ നിങ്ങളോട് ഈ ചെറിയ വിദ്യാർത്ഥിയായ മുത്തല്ലിമായ ഞാൻ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ എൻ്റെ ഈ സ്റ്റേജിന്റെ ചുറ്റും തടിച്ചുകൂടാൻ നിങ്ങളുണ്ട്. ഞാനൊന്ന് മരിച്ചു നോക്കട്ടെ, എൻ്റെ ജനാസ എടുത്ത് എൻ്റെ പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ട് താഴ്ത്തി വെച്ചാൽ നിങ്ങളാരെങ്കിലും എൻ്റെ ഖബറിൽ വരുമോ? പക്ഷേ എൻ്റെ ഉമ്മ, എൻ്റെ പെങ്ങളെ, ശബ്ദം കേൾക്കുന്ന മുഅ്മിനുകളെ, വരുന്നൊരു നേതാവുണ്ട് കേട്ടോ. ഖബറിന്റെ അകത്തളത്തിൽ വരുന്നൊരു നേതാവുണ്ട്. അത് മദീനയുടെ നേതാവാണ്, അത് ലോകത്തിന്റെ രാജാവാണ്. ഈ സ്വലാത്ത് മജ്ലിസ് ഇവിടെ നടക്കുമ്പോൾ കൃത്യമായി പങ്കെടുക്കണം. ധാരാളം സ്വലാത്ത് ചൊല്ലി മദീനയോടടുക്കണം. ഈ മജ്ലിസിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യണം, എനിക്ക് എൻ്റെ ഹബീബിനെ ഒന്ന് കാണണം. ധാരാളം സ്വലാത്ത് ചൊല്ലി എത്രയോ സാലിഹീങ്ങളും പാവപ്പെട്ട ആളുകൾ ഹബീബിൻ സ്വപ്നം കണ്ടുപോയി. നിഷ്കളങ്കമായി ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലി ഹബീബിന്റെ മദീനയോടടുത്താൽ നമുക്കും റസൂലുള്ളാഹിനെ ഒരു നോക്ക് കാണാൻ കിട്ടും. മുഅ്മിനുകളെ, മുഅ്തദ് യുദ്ധത്തിൽ ഇടത് കൈ മുറിച്ചു മാറ്റപ്പെട്ടു. ഒരു മാംസകഷ്ണം മാത്രമായിട്ട് മഹാനായ ജഅഫർ തങ്ങൾ മുഅ്തദിന്റെ രണാങ്കണത്തിൽ ആ മണൽത്തരികളെ പോലും കരയിപ്പിച്ചുകൊണ്ട് മുഅ്തദിന്റെ താഴ്വാരത്തേക്ക് ഉരുളുകയാണ്. കൂട്ടുകാരായ സഹാബത്ത് ചോദിച്ചു, എവിടേക്ക് പോവാണ് ജഅഫറേ? മരിക്കാൻ പോകുന്ന ഈ നേരത്ത് വലതുകാലും ഇടതുകാലും വലത് കൈയും ഇടത് കൈയുമെല്ലാം മുറിച്ചു മാറ്റപ്പെട്ട് രക്തം വാർന്നൊലിക്കുന്ന ഒരു മാംസകഷ്ണം മാത്രമായ അവിടുന്ന് എവിടേക്കാണ് ഈ അവസാന നിമിഷത്തിൽ പോകുന്നത്? പ്രിയപ്പെട്ട ഭാര്യയെ ഒരു നോക്ക് കാണാനാണോ?
മരിക്കുന്നതിന് തൊട്ടു മുമ്പ് പ്രിയപ്പെട്ട പൊന്നുമോളുടെ കവിൾത്തടത്തിൽ, ആ കുഞ്ചുമോളുടെ കവിൾത്തടത്തിൽ ഒരു ഉമ്മ വെക്കാനാണോ, ഒരുപാട് സ്നേഹം തന്ന ഉമ്മാന്റെ പൂമുഖം കാണാനാണോ? അല്ല കൂട്ടുകാരെ, അല്ല. എന്റെ പ്രിയതമയെ എനിക്ക് കാണേണ്ടതില്ല, എന്റെ ഉമ്മാന്റെ കാണേണ്ടതില്ല, എന്റെ പൊന്നുമോളെ എനിക്ക് കാണേണ്ടതില്ല. മുഅത്തത്തിന്റെ താഴ്വാരത്ത് ഖൈമയിൽ ഹബീബായ റസൂലുള്ളാഹി ഇരിപ്പുണ്ട്. ആലോചിച്ചു നോക്ക് മുസ്ലിമീങ്ങളെ, എന്റെ കയ്യിലൊരു മുള്ളു കൊണ്ടാൽ എനിക്ക് സഹിക്കാൻ കഴിയുമോ? എന്നെ പോലെ സഹാബികൾ മഹബ്ബത്ത് പ്രസംഗിച്ചവരല്ല. ഈ സ്വലാത്ത് മജ്ലിസിന്റെ വേദിയിൽ ഈ കാസർഗോഡ് ജില്ലയിൽ വന്നിട്ട് എനിക്ക് നിങ്ങളോട് ഹബീബിന്റെ മഹബ്ബത്ത് പ്രസംഗിക്കാൻ കഴിയും. പക്ഷേ നമ്മളത് കേട്ടവരും ഞാനത് പ്രസംഗിച്ചവനും മാത്രമാണ്. സഹാബത്ത് അങ്ങനെയല്ല. അവരുടെ മഹബ്ബത്ത് അവർ ജീവിതത്തിൽ കാണിച്ചു തന്നവരാണ്. ഒരു മാംസ കഷ്ണം മാത്രമായി രക്തമിങ്ങനെ വാർന്നൊലിക്കുന്ന ശരീരവുമായി അതിന്റെ രണാങ്കണത്തിൽ നിന്ന് ഹബീബായ നബി ഇരിക്കുന്ന ഖൈമയിലേക്ക് ഉരുണ്ടുരുണ്ട് ചെല്ലുകയാണ്. മുഅത്തദിന്റെ മണൽത്തരികൾ മുഴുവനും ചെഞ്ചായമണിയുന്നു. അവകൾ മുഴുവനും ഈ രംഗം കണ്ടിട്ട് കരയുകയാണ്. ഹബീബ് ദുആരക്കുകയാണ്, പടച്ചവനെ സത്യവും അസത്യവും പോരടിക്കുന്നു. സത്യത്തിന്റെ ആളുകൾക്ക് നീ വിജയം നൽകണം റഹ്മാനേ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ഇരുന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അവിടുത്തെ കാൽപാദത്തിന്റെ ഭാഗത്തൊരു ചെറിയ നനവ് വരുന്നു. ആകാശലോകത്തേക്ക് കണ്ണും നട്ടിരുന്ന റസൂലുള്ളാഹി താഴത്തെ ഓട്ടൊന്ന് നോക്കിയപ്പോൾ അതാ ഒരു മാംസ കഷ്ണം വന്നിട്ട് റസൂലുള്ളാഹിന്റെ കാലിന്റെ അടിയിലേക്ക് അതിന്റെ കവിൾത്തടം അവിടുത്തെ ശിരസിനെ ചേർത്ത് വെച്ചിട്ട് പറയുന്നു, റഅസീ അലാ ഖദമൈക യാ റസൂലല്ലാഹ്. നബിയേ, എന്റെ തല അവിടുത്തെ കാൽപാദത്തിന്റെ താഴ്വശത്തിരിക്കട്ടെ. ആരാണ് മോനെ? ഞാൻ ജഅഫറാണ് തങ്ങളെ. എന്തിനാണ് പോർക്കളം വിട്ടിട്ട് ഉരുണ്ടുരുണ്ടെന്റെ ചാരത്ത് വന്നത്? ഈ മരിക്കാൻ പോകുന്ന നേരത്ത് ഷഹീദല്ലയോ ജഅഫർ തങ്ങൾ? അവിടുന്ന് മരണപ്പെട്ടാൽ ആത്മാവ് സ്വർഗലോകത്ത് പറന്ന് നടക്കുന്ന മഹാനല്ലയോ? പക്ഷേ ശരീരം മുറിച്ചു മാറ്റപ്പെട്ടിട്ടും രക്തം വാർന്നൊഴുകിയിട്ടും ഹബീബിനോടുള്ള പ്രണയം അതാണ് മുറിയാതെ ഒഴുകുന്നു. അത് മുറിഞ്ഞു മാറുന്നില്ല കൽബിൽ നിന്ന്. ണത്തിലൂടെ ഉരുണ്ടുരുണ്ട് വന്നിട്ട് ഹബീബിന്റെ താഴത്ത് വന്ന് ആ കാലിന്റെ മുകളിൽ അവിടുത്തെ കവിൾത്തടം ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, അവസാനത്തെ നിമിഷം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ നബിയേ, അവിടുത്തെ മുഖമൊന്നും കണ്ടിട്ട് മരിക്കണം. അങ്ങനെ ആഗ്രഹിച്ചാണ് ജഅഫർ വന്നത്. ഇതെന്തൊരു പ്രേമമാണ് മുഅ്മിനുകളെ! എന്റെ മജ്ലിസിൽ വന്ന എല്ലാ മുഅ്മിനൂകളും, എന്റെ ഉമ്മമാരും എന്റെ ഉപ്പമാരും എന്റെ ചെറുപ്പക്കാരും, ഒന്നാമതായി അല്ലാഹുവിൽ ചഞ്ചലമായ വിശ്വാസം നമുക്ക് വേണം. രണ്ടാമത് ഹബീബിനോട് അഭേദ്യമായ ബന്ധം വേണം. ഞാൻ എത്ര വലിയ പ്രവാചകനാന്ന് പറഞ്ഞിട്ടു, ഞാൻ എത്ര വലിയ മുസ്ലിയാരാന്ന് പറഞ്ഞ് തലേ കെട്ടിയിട്ടും, ഞാൻ വലിയ ഹാജിയാരാന്ന് പറഞ്ഞ് ഗീറ് പഠിച്ചിട്ടും, ഞാൻ വലിയ ധർമ്മിഷ്ഠനാന്നും പറഞ്ഞ് ഔദാര്യം ചെയ്തിട്ടും അള്ളാന്റെ അടുക്കൽ അതൊന്നും എത്തൂല. അള്ളാഹുവിന്റെ അടുക്കൽ അതൊക്കെ എത്തണമെങ്കിൽ ഹബീബ് വേണം, ഹബീബിനോട് ബന്ധം വേണം. ഇല്ലെങ്കിൽ ഇതല്ല
എല്ലാം വൃഥാവിലാണ്. അല്ലാഹുവിനെ പേടിച്ചു ജീവിക്കണം മുഅ്മിനുകളെ. 5 നേരം കൃത്യമായി നിസ്കാരം പുലർത്തണം. ഇഖ്ലാസോടെ തഖ്വയോടെ ഞാനും നിങ്ങളും ജീവിക്കണം. ആരും ചൂത് കളിക്കരുത്, പെണ്ണ് പിടിക്കരുത്, തോന്നിവാസത്തിന് പോകരുത്, കള്ളു കുടിക്കരുത്, പലിശ ഇടപാടുമായി ബന്ധം പുലർത്താൻ പാടില്ല. എല്ലാത്തിലും ഒരു രഹസ്യങ്ങളിൽ അല്ലാഹുവിനെ ഞാൻ പേടിക്കണം. പൊതുവായ നമ്മുടെ ജീവിതത്തെക്കാളും നമ്മുടെ പരമരഹസ്യ ജീവിതത്തിൽ അല്ലാഹുവിനെ ഞാനും നിങ്ങളും ഭയപ്പെടണം. അദീമായ റബ്ബ് എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും ഇസ്തിഖാമത്തോടെ നിലകൊള്ളാൻ നമുക്ക് ഭാഗ്യം തരട്ടെ. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വേണ്ടി മരിക്കുന്നതുവരെ നിലകൊള്ളണം. വിദേഹത്തുകാരൻ പണം തരാമെന്നും പത്രാസ് തരാമെന്നും സ്ഥാനം തരാമെന്നും വിളിക്കുമ്പോ ഈ ദുനിയാവിന് വേണ്ടി എല്ലാം വലിച്ചെറിഞ്ഞിട്ട് ആലിമീങ്ങളെ ചീത്ത പറയാനും ഗ്രൂപ്പ് തിരിച്ച് തർക്കം നടത്താനും ചീത്ത വിളിക്കാനും ആരും ഇറങ്ങി പുറപ്പെടണ്ട. ആലിമീങ്ങളെല്ലാം ആലിമീങ്ങളാണ്, സാദാത്തുക്കളെല്ലാം സാദാത്തുക്കളാണ്. ആഖിറത്തിൽ അവരവരുടെ കണക്കുകൾ പരസ്പരം പറഞ്ഞിട്ട് അവരൊക്കെ സ്വർഗത്തിൽ പോകും. ആലിമീങ്ങളെ ചോര കുടിച്ചിട്ട് അവരുടെ രക്തം തിന്നിട്ട് അവരുടെ മാംസം കഴിച്ചിട്ട് നമ്മളൊക്കെ നാളെ നരകത്തിൽ വിരൽ കടിക്കേണ്ടി വരും. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കണം മുഅ്മിനീങ്ങളെ.